ഹലോ ഗായ്സ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഞാൻ ഉറങ്ങിക്കിടന്നുകൊണ്ട് ഉറങ്ങി. ഞാൻ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ 2 കൊച്ചുമക്കൾ വന്നത് ഇതിൽ ഇദ്ദേഹവും മൂത്തതും ഇപ്പുറത്ത് വാ, നിങ്ങളെ കാണിക്കട്ടെ. ഈ 2 പിള്ളേരെ ഞാൻ കിടക്കുമ്പോഴാണ് എന്നെ മേക്കപ്പ് ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ ചേച്ചി വെറുതെ എന്തോ ചുമ്മാ ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇവർ എന്തുവാ കിടന്ന് ചിരിക്കുന്നത് എന്നെ നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തുവാ മക്കളെ, എന്നാ ചുമ്മാ ജസ്റ്റ് എന്തൊക്കെയോ ഇങ്ങനെ തടകുന്നൊക്കെ കണ്ടു. ഞാൻ കാല് ഞെക്കാനും പറഞ്ഞ് കൈ ഞെക്കാനൊക്കെ പറഞ്ഞേച്ച് ഞാനങ്ങ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, കറണ്ട് ഇതായതുകൊണ്ട്. അപ്പോൾ അതേണ്ട ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്തുവാ ഈ ഒരു സാധനം എൻ്റെ മോന്ത കണ്ടു തന്നെ ഞാൻ തന്നെ ഇത് ഞാനാണോ എന്നുവെച്ചാൽ ഞാൻ നോർമലായിട്ടിരിക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അത് എനിക്ക് കണ്ടപ്പോൾ ഞാനൊരു പ്രേതമാണോ എന്ന് വിചാരിച്ചു. അതുപോലെ എന്നെ ഒരു വെള്ള കളറാക്കി ഈ പിള്ളേർ. അതിന് ജസ്റ്റ് ഒരു മേക്കപ്പിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ കാണിച്ചത്. ഇത് ഫേസ് ഈ ഒരു മേക്കപ്പ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക്, ഇച്ചിരി ഇതായിട്ടുള്ളവർക്ക് നിങ്ങൾ ഇതാക്കി പിന്നെ എന്തുവാ മേക്കപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ഇച്ചിരി ഫെയർ ആയിട്ടുള്ളവർക്ക് ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് എൻ്റെ അതൊന്ന് കാണിച്ചേ, ആ മേക്കപ്പ് ചെയ്ത കാര്യം, ആ ഒരു സാധനം പെട്ടെന്ന് കാണിക്കേ. ഇതാണ്. ഇത് എനിക്ക് യൂസ് ചെയ്യാവുന്നതല്ല, കണ്ടില്ലേ? ഫൗണ്ടേഷനാണിത്. ഇത് കൺസീലർ. കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വീഴുമ്പോഴും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല, എനിക്ക് എൻ്റെ മോന്ത പിടിച്ചില്ല. അത് ഞാൻ ഗായ്സിന് എല്ലാവർക്കും ഒന്ന് വീഡിയോ ചെയ്ത് നിങ്ങൾ എൻ്റെ മോന്തയുടെ ഞാൻ നേരിൽ കാണുന്നതും എൻ്റെ ഒറിജിനൽ മുഖം എന്ന് പറയുമ്പോൾ ഞാൻ പാചകം ചെയ്യുമ്പോഴത്തെ ആ മുഖവും ഈ മുഖവുമായിട്ട് വളരെ വ്യത്യാസമില്ലേ ഗൈസ്? എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒരു അഭിപ്രായം പറയണം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ, ഈ കുഞ്ഞുങ്ങൾ മേക്കപ്പ് ചെയ്യാനും ഒക്കെ മിടുക്കരാ കേട്ടോ. പല ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ട. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എൻ്റെ ദൈവമേ.